ഇപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നോക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കാം. നമ്മൾ വീട്ടിൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെങ്കിൽ, പക്ഷെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സ് ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ കൂടുതൽ റെസ്റ്റോറൻറ്റ്സിനെയും ഹോട്ടൽസിനെയൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ഹോട്ടലിൽ നിന്ന് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം? നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ, ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അവരോട് പറയേണ്ടത്, കാരണം നമ്മളാണ് പൈസ കൊടുക്കുന്നത്, സോ നമുക്ക് അവരോട് കമൻറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ആ കമാൻഡിങ് എന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പറയേണ്ടത്, എനിക്ക് വെജിറ്റബിൾ ഓയിൽ പ്രോബ്ലമാണ്, നിങ്ങൾ അതിന് പകരം ബട്ടർ യൂസ് ചെയ്ത് തരൂ എന്ന് പറയാം. എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ബട്ടർ ഉണ്ട് സുഹൃത്തെ. ഈ ബട്ടറിൽ കുക്ക് ചെയ്താൽ പ്രശ്നമില്ല. കോക്കനട്ട് ഓയിൽ ചിലപ്പോൾ അവരവിടെ അഡൾട്രേറ്റഡ് ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷെ വെജിറ്റബിൾ ഓയിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ഏറ്റവും തമ്പ് റൂൾ. നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചോ, പക്ഷെ ഫാമിലി യു ഷുഡ് സേ യൂസ് ബട്ടർ ഇൻ പ്ലേസ് ഓഫ്, അല്ലെങ്കിൽ ഗീയെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ബട്ടർ എല്ലായിടത്തും ഉണ്ട്. ബട്ടർ കുക്കിങ്ങിൽ ഈ പ്രോബ്ലം വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രോബ്ലം ഈ ഗ്ലൂക്കോസ് മെറ്റബോളിസം, നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എനർജി ആക്കാതിരിക്കാൻ തടസ്സം എന്ന് പറയുന്നത് പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ മാത്രമാണ്. അത് മാറിയാൽ തന്നെ നിങ്ങളുടെ എനർജി മെറ്റബോളിസം നടന്നുകൊള്ളും. സോ ബേസിക്കലി നമ്മൾ ഇതാണ് പ്രൈമറി ആയിട്ട് പറയുന്നത്. പിന്നെ ഫുഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഫുഡ് എടുക്കാൻ ശ്രമിക്കുക. അതായത് 4 or 5 കണ്ടൻസിൽ കൂടുതലുള്ള എന്ത് ഫുഡ്സിലും അഡൾട്രേഷൻസ് ഉണ്ട്. അത് ആക്ച്വലി ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ അഡൾട്രേഷൻസും ഇത്തരത്തിലുള്ള ഈ ഫുഡിൻ്റെ ടോക്സിസിറ്റിയും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന യങ്ങർ ജനറേഷനാണ്. പക്ഷേ യങ്ങർ ജനറേഷൻ അല്ല ഇതൊക്കെ കണ്ടുപിടിച്ചത്. ഇത് 10-25 അല്ലെങ്കിൽ 50 വർഷത്തോളമായിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ ഇവരവരുടെ വിക്റ്റിമായി മാറുക. സോ ഇപ്പോഴത്തെ ജനറേഷൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വെൻ ദേ സെലക്ട്, ലുക്ക് അറ്റ് ദ ഇൻഗ്രീഡിയൻസിൽ നോക്കുക. 4-ൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ്, 5-ൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അത് ദൈവീയ തിരിച്ച് റാക്കിൽ തന്നെ വെക്കുക. കാരണം അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസിന്റെ കുറച്ച് പേരുകൾ പറഞ്ഞാല് എന്തൊക്കെയാണെന്നുള്ളത് അങ്ങനെ നോക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് ഒരുപാട് ഈ പറഞ്ഞ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ്, 5-ൽ താഴെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ, യെസ് യു ക്യാൻ ടേക്ക് ഇറ്റ്. 5-ൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ, യു മേ ബി ഡേഞ്ചർ ഇൻ ദ ഫുഡ്. ഓക്കെ. പിന്നെ വിറ്റാമിൻ ഡി ബ്ലഡ് ടെസ്റ്റ് ഇപ്പൊ എല്ലാരും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും അസുഖമായി ചെന്നാലും ഡോക്ടർമാര് വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറയും. അതെന്താണ്, എന്താ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട്? ഒരുപാട് ഇപ്പൊ ഞാനൊക്കെ ഒരു 10 വർഷം മുമ്പ് വൈറ്റമിൻ D3 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളിതൊക്കെ എഴുതി തുടങ്ങിയതാണ്. അന്നും 2500-3000 രൂപ കണ്ടായിരുന്നു ഈ ടെസ്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡെപ്തിലേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായത്, പലരും വൈറ്റമിൻ D3 ടെസ്റ്റ് ചെയ്യുമ്പോൾ D3 കുറവാണെന്ന് പറഞ്ഞ് സപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഇപ്പം എല്ലാവരും ഇപ്പൊ പൊതുവെ മിക്കവരും ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ D3 ടെസ്റ്റ് ചെയ്യുന്നു, D3 കുറവാണ്, നിങ്ങൾ മരുന്ന് എടുക്കൂ എന്നാ പറയുന്നത്. സത്യത്തിൽ നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ D3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വൈറ്റമിൻ D3 ഒന്ന് പറയാം. ടെസ്റ്റ് ചെയ്യുന്ന വൈറ്റമിൻ D3 25 ഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ എന്ന് പറഞ്ഞൊരു സാധനമാണ്, ഒരു മോളിക്യൂളാണ്. ഒരു 25 ഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ. ഈ 25 ഹൈഡ്രോക്സി ആണ് നമ്മൾ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഫോർച്യുനേറ്റ്ലി നമ്മൾ സൂര്യപ്രകാശത്തിൽ നിന്നോ അല്ലെങ്കിൽ സപ്ലിമെന്റ് ആയിട്ടോ എടുക്കുന്ന വൈറ്റമിൻ D3 എന്ന് പറയുന്നതും ഈ 25 ഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ ആണ്. പക്ഷേ ഇത് അങ്ങനെ തന്നെ ബോഡിയിൽ നിൽക്കില്ല. ഈ 25 ഹൈഡ്രോക്സി 125 ആയിട്ട് മാറും. കിഡ്നിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. കിഡ്നിയുടെ സഹായത്തോടു കൂടി 25 ഹൈഡ്രോക്സി 125 ഡൈഹൈഡ്രോക്സി എന്ന് പറഞ്ഞ് മാറുന്നുണ്ട്. ഈ മാറുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇത് കാണില്ല. നിങ്ങൾ സപ്ലിമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. നിങ്ങൾ 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച വിഡ്രോ ചെയ്യുമ്പോൾ, കാരണം ശരീരത്തിന് മറ്റത് വേണം കുട്ടി. 25 ഹൈഡ്രോക്സിന്ന് 125ലേക്ക് ശരീരം മാറ്റുകയാണ്. അത് നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് അതിന് അബ്നോർമൽ ആണ് വീണ്ടും എടുത്തുകൊണ്ടിരിക്കാതിരിക്കുക. കാരണം പലപ്പോഴും D3 അമിതമായിട്ട് എടുക്കുമ്പോൾ പല ദൂഷ്യഫലങ്ങളും ഞാൻ എൻ്റെ പേഷ്യൻസിൽ കാണുന്നുണ്ട്. കാരണം D3 എന്താ ചെയ്യുന്നത്? D3 പലപ്പോഴും ഈ പറഞ്ഞ കാൽഷ്യത്തിനെ പലയിടത്തുനിന്ന് മൊബിലൈസ് ചെയ്തെടുക്കും. നമ്മുടെ ശരീരത്തിൽ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡിൽ ആവശ്യത്തിന് കാൽഷ്യം, മെഗ്നീഷ്യം, പൊട്ടാഷ്യം ഇവ ഇല്ലെങ്കിൽ ബോണിന്റെ ഡെൻസിറ്റി തന്നെ കുറയ്ക്കും വൈറ്റമിൻ D3 എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ വൈറ്റമിൻ D3 അമിതമായിട്ട് എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യം, മെഗ്നീഷ്യം, പൊട്ടാഷ്യം ഇവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത്? D3 സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഗുണത്തെക്കാളും ദൂഷ്യം ചെയ്യും. എന്താ കാരണം? D3 എന്താ ചെയ്യുന്നത്? ബോണിൽ നിന്ന് കാൽഷ്യത്തെ എടുക്കും.
നമുക്കിവിടെ കാൽഷ്യം ബോഡിയിൽ ഇല്ലെങ്കിൽ, സഫീഷ്യമായിട്ട് ബ്ലഡ് ഇല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കും, ബോണ്ട് ഡെൻസിറ്റി കുറയാണ് ചെയ്യുന്നത്, കൂടുതലല്ല ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും 25 ഹൈഡ്രോക്സി എന്ന് പറഞ്ഞ ടെസ്റ്റ് കൊണ്ട് മാത്രം നിങ്ങൾ D3 അളക്കാതിരിക്കുക. നിങ്ങൾ മറ്റ് പാരാമീറ്റേഴ്സ് നോക്കുക. തീർച്ചയായിട്ടും സ്വന്തമായിട്ട് D3 ടെസ്റ്റ് ചെയ്ത് സപ്ലിമെന്റ് എടുക്കുന്നതിനേക്കാളും ഒരു ഫിസിഷ്യനായിട്ട് കണ്ടിട്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ D3 ആവശ്യമുണ്ടോ എന്ന് സിംറ്റമാറ്റിക്കലി കൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഇല്ലെങ്കിൽ ഗുണത്തെക്കാൾ ഏറെ ദൂഷ്യം ഈ പേഷ്യൻസിന് കിട്ടും. ഈ പറഞ്ഞ പോലെ D3 സപ്ലിമെന്റ് നമ്മൾ എടുക്കുന്നു, അതിനോടൊപ്പം തന്നെ കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, എല്ലാം സിങ്ക് ഒക്കെ നമ്മൾ എടുക്കുന്നു. അതായത് ഒരു കൈ നിറയെ സപ്ലിമെന്റ് ടാബ്ലറ്റ്സ് നമ്മൾ ഡെയിലി കഴിക്കണം. ഇപ്പൊ കാൽഷ്യം ഒന്നും സപ്ലിമെന്റ് ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. കാൽഷ്യം ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഗട്ട് ഓക്കെ ആണെങ്കിൽ ഡയറി പ്രൊഡക്ട്സിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പൊ ചീസ്, പനീർ, പാല്, ഇതിൽ നിന്നൊക്കെ തന്നെ കിട്ടും. അതിനകത്ത് അങ്ങനെ സപ്ലിമെന്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഈ നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും വിറ്റാമിനോ കാൽഷ്യമോ മഗ്നീഷ്യം ഈ പറഞ്ഞ പോലുള്ള സപ്ലിമെന്റ്സിന്റെ ഒക്കെ കുറവോ ഒക്കെ ഉള്ളപ്പോഴാണ് ഈ ഹെയർ ലോസ് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളുടെ മുടി കൊഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തോ ഇല്ല എന്നുള്ളൊരു സിംറ്റം ആണല്ലോ. മുടി പൊഴിച്ചിൽ എന്തോ ഇല്ല എന്നല്ല, മുടി പൊഴിച്ചിലിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ലോ എനർജിയിൽ നിന്ന് തന്നെയാണ്. മറ്റെന്ത് പാരാമീറ്റേഴ്സ്, ഇപ്പൊ നിങ്ങൾ മുടിക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ തന്നെ ഇവിടെ പല തരത്തിലുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നുണ്ട്, ഗ്രോത്ത് ഫാക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഇത് സസ്റ്റൈനബിൾ ആകണമെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അവരുടെ എനർജി മെറ്റബോളിസം തന്നെയാണ്. എപ്പോഴും ഹെയർ ഫോളിന്റെ ഏറ്റവും ബേസിക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബി കോംപ്ലക്സും ഫോളിക് ആസിഡും ബയോട്ടിനും ഒന്നുമല്ല, അവരുടെ എനർജി മെറ്റബോളിസം. വെൻ ദേ ഹാവ് ലോ എനർജി, വെൻ ദേ ഹാവ് ഫെറ്റീഗ്, the hair fall starts. കാരണം എന്താ, ഫെറ്റീഗ്നെസ് എന്ന് പറയുന്നത് തന്നെ തൈറോയിഡിന് തട്ട് കിട്ടി എന്നുള്ളതാണ്. ഈ തൈറോയിഡ് തട്ട് കിട്ടുമ്പോഴാണ് ഈ ഹെയർ ഫോൾ ഇങ്ങനെ വരുന്നത്. സോ അപ്പോൾ എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്? ആ എനർജി മെറ്റബോളിസത്തെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ എത്ര വൈറ്റമിൻ സപ്ലിമെന്റ് കൊടുത്തോ, ബയോട്ടിൻ കൊടുത്തോ, PRP ചെയ്തോ, ഗ്രോത്ത് ഫാക്ടേഴ്സ് ചെയ്തോ, എക്സോസോം ചെയ്തോ, ഇതൊക്കെ ആ എനർജി മെറ്റബോളിസത്തെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മുടി പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. സോ മുടി പൊഴിച്ചിലിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സപ്ലിമെന്റ് എടുക്കാത്തത് കൊണ്ടൊന്നുമല്ല, എനർജി ഡെഫിസിറ്റ് എന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എനർജി ഡെഫിസിറ്റിനെ കറക്റ്റ് ചെയ്യാത്ത ഏതൊരു ചികിത്സയും, ഹെയർ ട്രീറ്റ്മെന്റ് ഏതൊരു ചികിത്സയും മാക്സിമം 3 months, അത് കഴിയുമ്പോൾ വീണ്ടും അവർക്ക് പൊഴിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്തു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ്, ഈ വൈറൽ ഇൻഫെക്ഷൻസും ഫീവേഴ്സും ഒക്കെ വരുമ്പോൾ എന്താ പറയുന്നത്, നിങ്ങളുടെ എനർജി ലോ ആകുക. എനർജി ലോ, തൈറോയിഡ് ഹിറ്റ്, ഹെയർ ഫോൾ, ഇത് തന്നെയാണ് എൻ്റെ. അപ്പൊ എന്താ ചെയ്യേണ്ടത് മുടി കൊഴിയാതിരിക്കാൻ? മുടി കൊഴിയാതിരിക്കുന്ന ബേസിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി കറക്റ്റ് ചെയ്യുക. എനർജി കറക്റ്റ് ചെയ്യണമെങ്കിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ സ്പീഡപ്പ് ചെയ്യുക, അൺസാച്ചുറേറ്റഡ് ഓയിൽസ് കട്ട് ചെയ്യുക, മാക്സിമം തൈറോയിഡിനെ പ്രൊട്ടക്ട് ചെയ്യുക, ആ സിംറ്റംസിനെ കറക്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഞാൻ സ്ഥിരമായിട്ട് മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ കുറച്ച് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് പോയി എന്റെ റീസൺസ് എന്താന്നുള്ളത്. അപ്പൊ അതിൽ ഞാൻ വൺ ഓഫ് ദ റീസൺസ് ഞാൻ കണ്ടുപിടിച്ചത് ചീര. ഇന്നിപ്പോ ചീര കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ഉച്ച കഴിയുമ്പോഴായിരിക്കും എനിക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ലാക്ടോസ് ഇൻടോളറൻസിന്നും എനിക്ക് എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ വിച്ച് ആർ ദ അല്ലെങ്കിൽ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദിസ് മൈഗ്രെയിൻ? മൈഗ്രെയിൻ അഥവാ ഹെഡ് ഏക്ക് 5 എണ്ണം പറയാം. കോമൺലി നമ്മൾ പലതും കാണുന്നതിൽ നിന്നും ഏറ്റവും ശ്രദ്ധിക്കുകയും ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള 5 സിംറ്റംസ് ആണ് മൈഗ്രെയിൻ്റെ പറയാൻ പോകുന്നത്. ഹെഡ് ഏക്ക് അഥവാ മൈഗ്രെയിന് ഈ 5 സിംറ്റംസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ റിക്കവർ ചെയ്യാം. മറ്റ് പല ഫാക്ടേഴ്സും നമ്മൾ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ 5 എണ്ണം, ഈ 5 points should be definitely taking care once you take once you have migraine. മൈഗ്രെയിനിന്റെ ഏറ്റവും പോയിന്റ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ ഇംബാലൻസ് ആണ്. ബ്ലഡ് ഷുഗർ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലഡ് ഷുഗർ, ചിലപ്പോൾ നിങ്ങൾക്ക് വിശന്നിട്ട് ഷുഗർ താഴെ പോവാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഷുഗർ ഫുഡ് കഴിച്ചിട്ട് സ്പൈക്ക് ചെയ്യാം. ബ്ലഡ് ഷുഗർ ഇംബാലൻസ്, എപ്പോഴും ഷുഗറിനെ ഒരു സ്പെക്ട്രത്തിൽ നിർത്താൻ ശ്രമിക്കുക. ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കണ്ടീഷൻസ്. സോ സ്പെക്ട്രത്തിൽ തന്നെ ഗ്ലൂക്കോസ് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈഗ്രെയിനിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. പോയിന്റ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നു. വെള്ളം മാത്രം പോരാ, അമിതമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സോഡിയം പൊട്ടാഷ്യം ഇംബാലൻസ് വരും. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, സോഡിയം പൊട്ടാഷ്യം ബാലൻസും ഹൈഡ്രേഷനുമാണ് പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത്. പോയിന്റ് നമ്പർ 3, സ്ത്രീകളെ ഉദ്ദേശിച്ച് ഏറ്റവും കൂടുതൽ ഈസ്ട്രോജൻ ഡോമിനൻസ്. അതുകൊണ്ടാണ് പലപ്പോഴും ചില ഇപ്പോൾ PCOD അല്ലെങ്കിൽ ഡിസ്മെനോറിയ, പ്രീ മെൻസ്ട്രൽ സിംറ്റംസ്, ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈസ്ട്രോജൻ ഡോമിനൻസ്, സ്ത്രീകളിൽ ഈസ്ട്രോജൻ ഡോമിനൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ മൈഗ്രെയിൻ. ആൻഡ് ദ 4th ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ്, ഇപ്പോൾ ഇയാൾ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ്, ഗട്ട് ഡിസ്ബയോസിസ്, അതൊക്കെ ഒരിക്കലും പാലിൻ്റെ കുഴപ്പമോ ചീരയുടെ കുഴപ്പമല്ല. നമ്മൾക്ക് ആ പാലോ ചീരയോ ശരിയായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ. 5th പോയിന്റ് എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കത്തില്ല, നമ്മുടെ ശരീരത്തിൽ, വീണ്ടും പറയാണ്, നമ്മളുടെ ശരീരത്തിൽ
കാർബൺ ഡയോക്സൈഡ് കുറയുന്ന അവസ്ഥ ഇത് ഭയങ്കരമായിട്ട് മൈഗ്രെയിനിലേക്ക് എത്തിക്കുന്നു. കാർബൺ ഡയോക്സൈഡ് കുറയുന്നു. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ പേപ്പർ ബാഗ് ബ്രീത്തിങ്, ദിസ് വിൽ റിക്കവർ. നമുക്ക് പലപ്പോഴും കാർബൺ ഡയോക്സൈഡ് കുറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സിംറ്റം പാനിക് അറ്റാക്സ്, വായന്ന് വലിച്ചിങ്ങനെ ശ്വാസം എടുക്കാൻ നോക്കുക, ആൽക്കലോസിസ് പോലുള്ള കണ്ടീഷൻ. സോ കറക്റ്റ് ചെയ്യേണ്ട ഈ 5 പില്ലേഴ്സ് കറക്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് ഔട്ട് ഓഫ് മൈഗ്രെയിൻ. ഈ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ? കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനമാണ്. കാർബൺ ഡയോക്സൈഡ് ഇപ്പൊ ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ളവരുണ്ട്, ഈ വലിയ ഉയരങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ബോണിനൊക്കെ നല്ല സ്ട്രെങ്ത് ആയിരിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് അവർ ഈ മല ചവിട്ടി കയറിയതുകൊണ്ട് അങ്ങനൊന്നുമല്ല. ആക്ച്വലി അവിടെ കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ സാച്ചുറേഷൻ കുറവും കാർബൺ ഡയോക്സൈഡ് ലെവൽ കുറവായിരിക്കും, കൂടുതലായിരിക്കും. കാർബൺ ഡയോക്സൈഡ് നമുക്ക് ബ്രീത്തിങ് പഠിച്ചേ പറ്റുള്ളൂ. കാർബൺ ഡയോക്സൈഡ് എന്താ ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് സെൽസിനകത്തുണ്ടെങ്കിൽ മാത്രമേ ഓക്സിജൻ അകത്തേക്ക് കയറാൻ പറ്റൂ. ബോർസ് എഫക്റ്റ് എന്ന് പറയും. കാർബൺ ഡയോക്സൈഡ് മാക്സിമം, അതാണ് എല്ലാ ബ്രീത്തിങ് എക്സസൈസസും മാക്സിമം ചെയ്യാൻ പോകുന്നത് കാർബൺ ഡയോക്സൈഡിനെ സെൽസിൽ എത്തിച്ചിട്ട് ആ സെൽസിൽ ഇരിക്കുന്ന കാർബൺ ഡയോക്സൈഡ്, ആ സെൽസിനകത്തുള്ള കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ ഇൻഫ്ലക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പലപ്പോഴും ഓക്സിജൻ സെൽസിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഗ്ലൂക്കോസ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യാത്തതും എനർജി പ്രൊഡക്ഷൻ നടക്കാത്തതും. സോ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ വരാത്തത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എനർജി ആയി മാറാത്തതിന്റെ ഒരു പ്രധാന കാരണം ഓക്സിജനിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ആണ്. ഓക്സിജനെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യരുത്. കാർബൺ ഡയോക്സൈഡ് ഇൻഫ്ലക്സ്, കാർബൺ ഡയോക്സൈഡ് ബ്രീത്തിങ്, പേപ്പർ ബാഗ് ബ്രീത്തിങ് തുടങ്ങിയവ കൊണ്ട് നമുക്ക് ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാരും ഓരോ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും. 1-ാം തീയതി ആകുമ്പോൾ ജനുവരി 1 നമ്മൾ കാണുന്നതാണ് സ്ഥിരമായിട്ട്. പക്ഷെ 1-2 ആഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ ഫെയിൽ ആവുന്നുണ്ട്. അപ്പൊ അതൊരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് നമുക്ക് അത്യാവശ്യം. കാരണം ഒന്നിനും മാജിക് ബുള്ളറ്റ്സ് ഇല്ല. ഇപ്പം പ്രത്യേകിച്ച് ഹെൽത്ത് എന്ന് പറയുന്നതിന് ഒരിക്കലും ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ കാണുന്ന ഒരു മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ അവസ്ഥയിലേക്ക് ഒത്തിരി പേര് ഒഴുകി എത്തുന്നുണ്ട്. ആരോഗ്യത്തിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അത്രത്തോളം വരുന്നുണ്ട്. ഇപ്പൊ ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ വളരെയധികം ആൾക്കാർ പണ്ട് കാണുന്നുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ദൂരദർശനിൽ ഏതെങ്കിലും ഡോക്ടർ വന്നിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് പോകുന്ന പരിപാടി. പക്ഷെ ഇപ്പൊ അതല്ല, ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് ഹെൽത്തിന്റെ കമ്മ്യൂണിക്കേഷൻ കോൺട്രാക്ട്. സോ ഇത്തരത്തിലുള്ള ഈ ഒരു ഒഴുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മലയാളികൾക്ക് നല്ലൊരു ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് തന്നെ എത്താൻ കഴിയും. ഒത്തിരി അവബോധങ്ങൾ വന്നു തുടങ്ങി ലോഞ്ചിവിറ്റിയിലായാലും. കാരണം സയൻസ് അത്രത്തോളം ഗ്രോ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാവുന്ന രീതിയിലുള്ള ജനറ്റിക് ടെസ്റ്റുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. ഗട്ടിനെ മൈക്രോബയോം അനാലിസിസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി സയൻസും ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ലോകം ശുഭകരമായ ഒരു നല്ല ഒരു യാത്രയിൽ തന്നെയാണ്. പക്ഷെ പലപ്പോഴും അവിടെ സംഭവിക്കുന്നത് മാനസികമായിട്ടുള്ള ദുഃഖങ്ങളും മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള അസുഖാവസ്ഥകളും കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നു. അവിടെയാണ് മൈൻഡ് ബോഡി ബാലൻസ് അത്യാവശ്യമായിട്ട് വരുന്നത്. അപ്പോഴും ഞാൻ പറയുന്നത് ശരീരത്തെ എനർജറ്റിക് ആക്കി മാറ്റാമെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൈൻഡ് നമ്മുടെ കൺട്രോളിലേക്ക് തന്നെ വരുന്നുണ്ടാവും. സോ ബാലൻസ് യുവർ ഹോർമോൺസ്, ബാലൻസ് യുവർ പ്രോട്ടീൻസ്, ബാലൻസ് യുവർ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. സസ്റ്റൈനബിൾ ആക്കുക. ഒരിക്കലും റെസൊല്യൂഷൻസിൽ താഴെ പോരുത്. കാരണം ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ലോങ് ജേണിയാണ്. അതൊരു സുപ്രഭാതം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു സപ്ലിമെന്റ് എടുത്തുകൊണ്ട് ഉണ്ടാകുന്നതല്ല. അതൊരു ലോങ് ജേണിയാണ്. ആ കൺസിസ്റ്റൻസിയാണ് നമ്മൾ ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നത്.